ഇവനെ എവിടെ പോയി കിടക്കും? നീ അവനെ വിളിച്ചേ. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവന്റെ ഫോണ് ബിസിയാ. ചേട്ടാ എവിടെ ഈ പഴയ സാധനം കിട്ടുന്ന നല്ല ആന്റിക് ഷോപ്പ് ഏതാണ്? നല്ല കടയാണ്. അത് തുറന്നിട്ടില്ലല്ലോ. അല്ല സാർ, നമ്മുടെ സ്റ്റാഫ് ആയിട്ട് വന്നോണ്ടിരിക്കും. 5 മിനിറ്റ് ഇപ്പൊ തുറക്കും. സാർ എന്താ സാർ വേണ്ടത്? വാസ്കോ ഡ ഗാമ ആദ്യമായി കൊച്ചി കാലുകുത്തിയപ്പോൾ മൂക്കിയിരിക്കാം. ചരിത്രപ്രധാനമുള്ള പഴശ്ശാല സമയം മമ്മൂട്ടി ഉപയോഗിച്ച വാളല്ല, ചീപ്പ്. പോർച്ചുഗീസ് അരകല്ല്, ആഫ്രിക്കൻ ആമടപ്പെട്ടി, ബ്രിട്ടീഷ് മുറുക്കാഞ്ചെല്ലാം, വിളക്കുകൾ, സ്റ്റാൻഡുകൾ, മണ്ണെണ്ണ മണ്ണെണ്ണ സ്റ്റൗ, ഗ്യാസ് സ്റ്റൗ, കേരളത്തിൽ ആദ്യത്തെ പ്രഷർ കുക്കർ, പഴയ നാണയങ്ങൾ, ലോട്ടറി, അങ്ങനെ കൊച്ചി റെസ്റ്റ് എല്ലാം നമ്മുടെ കടയിൽ സാറേ. സാർ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, വെറുതെ കാണാലോ. ഇത്ര നേരം തുറന്നില്ലേ, നിങ്ങൾ എങ്ങനെ ഗതി പിടിക്കാനാണ്? ഇതൊക്കെ നമ്മൾ പിടിപ്പിച്ചോളാം കേട്ടോ. പോയിക്കോളെ സാർ. ഇപ്പം ചെല്ലി കേട്ടോ. അയ്യ അവൻ്റെ ഇളി കണ്ടില്ലേ? വീട്ടിൽ കാണാൻ കുത്തിയിരിക്കാനുള്ള കുറ്റം പറഞ്ഞുകൊണ്ട് വരും. മാസ്കും വെച്ചോണ്ട് അയാൾ പറഞ്ഞാലും കാര്യമുണ്ട്. നേരത്തെ കാലത്ത് കട തുറക്കണം, അതേ ഗതി പിടിക്കാത്ത ആണോ? അതിന് നേരത്തെ കാലത്ത് വരുന്ന പണിക്കാരനെ വെക്കണം. നീ എല്ലാം അവനെ പണിക്ക് വെച്ചത്? അവനെ കണ്ടപ്പോഴേ പറഞ്ഞാൽ വേണ്ടാന്ന്. എടാ 3-4 ഫോറിൻ ലാംഗ്വേജ് അറിഞ്ഞെടുത്ത് ഈ പൈസക്ക് വേറെ പണിക്ക് കിട്ടുമോ? അതുകൊണ്ടല്ലേ സഹിക്കണേ. സഹിച്ചോ. ആ ദേ വരുന്ന നൗഷാദ് വാവ. അതെ, ഞാൻ വിളിക്കാത്ത എന്റെ DJ ബുക്ക് ചെയ്യണമെന്നുണ്ട്. 2 പിള്ളേർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടാ. ബൈ. എന്താണ് നേരത്തെ വന്നാ? ആരാ പോണി? അവൻ എന്റെ ചിക്കാടി സംസാരിക്കണായിരുന്നു. എന്തേ? അടുത്ത പോലീസ് കേസ് ഒപ്പിക്കാനുള്ള പരിപാടി. മിക്കവാറും ഉടനെ ഇവിടെ പോലീസ് വരും. കട തുറക്കാൻ പോകണല്ലോ. ഏക്കാ സംഭവം ശരിയാണ്. ഞാൻ നിങ്ങളുടെ സ്റ്റാഫ് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്റെ പേഴ്സണൽ കാര്യത്തിൽ കടവണം വന്ന കബൂറോ എനിക്കത് ഇഷ്ടമല്ല. ശരി, പ്രൊഫഷണൽ ആയിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ സമയത്തായി? സമയം വാച്ച് ചോദിക്കാൻ ഓടൂല. ഓടിക്കാൻ ഞാൻ ഇപ്പോഴാണ് കട തുറക്കാൻ വരുന്നത്. എന്നാ പ്രൊഫഷണൽ ആയിട്ട് കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. എന്റെ 3 മാസം ശമ്പളം തന്നിട്ടില്ല. എന്ത് സാധനം വിറ്റുപോട്ടെ. അടുത്ത മാസം ശമ്പളം തന്നില്ല. തൂക്കുകളൊക്കെ ഞാൻ തൂക്കി കൂട്ടാ. റെസ്പോൺസിബിലിറ്റി ആക്ടേഴ്സ്. സബ്ജക്റ്റ് ഇട്ട് പറയണ ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ നീ കയറ്. ഞാൻ പറഞ്ഞോളാം. എടവാവേ, നിനക്ക് നമ്മുടെ അവസ്ഥ നല്ലോണം അറിയാലോ. കൊറോണ ആയിട്ട് കച്ചവടം എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. ഒരു മനുഷ്യൻ പോലും ഈ കടയിൽ കയറുന്നില്ല. അപ്പോൾ നമ്മൾ സമയത്ത് കടകൾ തുറന്നിരിക്കുക എന്ത് ചെയ്യണം മോനെ? അത് തന്നെയാണ് ഞാൻ ചോദിക്കണം. ഒരു മനുഷ്യൻ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു തരണം. പിന്നെ ഞാൻ രാവിലെ വന്ന് കടയിൽ തുറന്ന് കുത്തിരിക്കണം. അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ ഈ കൊറോണ കുറ്റം പറയുന്നത്? അതിന് ഒന്നും ഇവിടെ കച്ചവടം ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇവന്റെ ഡീലിംഗേ ശരിയല്ല. നീ അവന്റെ കോല വന്ന് നോക്ക്. ഈത്ത ഒലിക്കാൻ വേണ്ടി ചാല് വെട്ടി ഒരു താടിയും കണ്ണിക്കൊള്ളാനുള്ള പിരുത്തുണ്ടെന്ന് പറഞ്ഞൊരു വെട്ടും അവന്റെ ചുമല കണ്ണാടിയും. ഇവനെ ഇവിടെ അല്ല നിർത്തേണ്ടത്, വല്ല കാളപ്പൂരിനെ കൊണ്ടേ നിർത്തേണ്ടത്. എടാ, ഇതൊരു കലാമൂല്യമുള്ള ഒരു സ്ഥാപനമല്ലേ. ഇവിടെ നിൽക്കുന്നവന് കുറച്ചെങ്കിലും കലാവാസന വേണ്ടേ? എന്നാ നിങ്ങൾ ഒരു കാര്യം ചെയ്യും. മറ്റേ പുള്ളിയില്ലേ രാജാ ഹരിവർമ്മ, പുള്ളിനെ കൊണ്ടുവന്ന് 6000 രൂപയ്ക്ക് പണിക്ക്. ഫാഷനെ പറ്റി ഒന്നും അറിയില്ല. രാവിലെ എന്നെ ഉടക്കാനുള്ള മൈൻഡാണ്. എന്നെ വിട്ടേക്ക്. പോസിറ്റീവ് വൈബ്സ് ഓൺലി. രാവിലെ ഉച്ചയായി മേലെ ഈ പൊട്ട വാശു ഇങ്ങോട്ട് വന്നേക്കാം. ചേട്ടൊന്നും ഉണ്ടായിരുന്നേ. പണി നോക്കിയേ. സമാധാനം.